നമസ്കാരം പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സഹകാരി റൈസ് പ്ലസിൻ്റെ ത്രയം സീരീസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നും നമുക്ക് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. ആ ചോദ്യം ഇങ്ങനെയാണ്: പിരിച്ചെഴുതുക ഉദ്ധാനം. ഉദ്ധാനം തന്നിരിക്കുന്നത് ഉത് അധികം ധാനം, ഉത് അധികം താനം, ഉത് അധികം സ്ഥാനം, ഉത് അധികം സ്ഥാനം. ഇവിടെ ഉദ്ധാനം എന്നത് പിരിക്കുമ്പോൾ കിട്ടുന്നത് ഓപ്ഷൻ ഡി ആണ്. ഉത് അധികം സ്ഥാനം. ഉത് അധികം സ്ഥാനമാണ് ഉദ്ധാനം. ഉത് എന്ന വാക്കിന്, അത് തറയുടെ തായായാലും ദയയുടെ തായായാലും, ഉത് എന്ന വാക്കിന് ഉയരത്തിലേക്ക്, മേളിലേക്ക് എന്നൊക്കെയാണ്. അപ്പോൾ സ്ഥാനം മേളിലേക്ക് മാറ്റുക, അതാണ് ഉദ്ധാനം. ഉത് അധികം സ്ഥാനം. ഇവിടെ ഓപ്ഷൻ സിയും നമുക്ക് ഓപ്ഷൻ ഡി ഇല്ലായിരുന്നുവെങ്കിൽ ഓപ്ഷൻ സി ശരിയായിട്ട് എടുക്കാമായിരുന്നു, ഉത് അധികം സ്ഥാനമെന്ന്. കാരണം അത് മലയാളമാണ്, തറയുടെ താ വരുന്നത് മലയാളം. പക്ഷേ ഇതൊരു സംസ്കൃത വാക്കാണ്, മലയാളത്തിലേക്ക് കടമെടുത്തത്. അപ്പോൾ ഇവിടെ സംസ്കൃതത്തിൻ്റെ ശരിയായ ദയയുടെ ദാ ഉണ്ട്, അപ്പോൾ അതാണ് ശരി. അതില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഓപ്ഷൻ സി എടുക്കാം. തറയുടെ തായും ദയയുടെ ദായും ഒരേ വർഗത്തിൽപ്പെട്ടതാണ്, തവർഗം, ത ധ ദ ധ ന. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ശരിയാണ്. പക്ഷേ സംസ്കൃതം വരുമ്പോൾ സംസ്കൃതം തന്നെ എടുക്കുന്നതാണ് കൂടുതൽ ശരി. അതുകൊണ്ടാണ് ഓപ്ഷൻ ഡി ശരിയായി വരുന്നത്. നോക്കൂ, ഇത്തരത്തിലുള്ള മറ്റു ചില മാതൃകകൾ കൂടി നമുക്ക് നോക്കാം. കന്മദം, ആ വാക്ക് പിരിക്കുമ്പോൾ കിട്ടുന്നത് കൽ അധികം മദം എന്നാണ്. കന്മദം, കൽ അധികം മദം. അതുപോലെ കടപ്പുറം പിരിക്കേണ്ടത് കടൽ അധികം പുറം എന്നാണ്. വിണ്ടലം, ആ വാക്ക് പിരിക്കുമ്പോൾ കിട്ടുന്നത് വിൺ അധികം തലം എന്നതാണ്. ഇവിടെ ഈ നായിട്ട് ചന്ദ്രക്കല തന്നെ വേണമെന്നില്ല, ഇൺ എന്ന ചില്ലും ആകാം. വിൺ അധികം തലം ശരി, അതിൻ്റെ 100% ശരി ഇൺ എന്ന ചില്ലാണ്. ചില്ലില്ലാത്ത സന്ദർഭത്തിലാണ് ചന്ദ്രക്കലയിട്ട് എഴുതേണ്ടതെന്നാണ്. പക്ഷേ PSC പലപ്പോഴും നമുക്ക് അച്ചടിച്ച് തരുന്നത്, ഇപ്പോൾ അച്ചടിയുടെ സൗകര്യത്തിന് വേണ്ടി അവർ ചില്ലല്ല ചന്ദ്രക്കല ഉപയോഗിക്കുന്നത് കൊണ്ട് ഇങ്ങനെ ഉപയോഗിച്ചതാണ്. അതുപോലെ കണ്ടു, കൺ അധികം തു എന്നതാണ്. പ്രത്യക്ഷം എന്ന വാക്ക് പിരിക്കുമ്പോൾ കിട്ടുന്നത് പ്രതി അധികം അക്ഷം. എന്നാൽ വെൺതിങ്കൾ പിരിക്കുമ്പോൾ കിട്ടുന്നത് വെൾ അധികം തിങ്കൾ എന്നാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് വെൾ എന്ന ഇള്ളിന് പകരം ലാ ഇട്ട് ചന്ദ്രകല തന്നാലും അത് ശരിയാണ്, സാങ്കേതികമായത് ശരിയാണ്. പക്ഷേ അതിൻ്റെ നമ്മുടെ മലയാളത്തിൻ്റെ എഴുത്ത് രീതി അനുസരിച്ച് ചില്ല് ലഭ്യമായ സ്ഥലത്ത് അത് തന്നെ ഉപയോഗിക്കണം എന്നാണ് അതിൻ്റെ നിയമം. അലയാഴി, അത് പിരിക്കുമ്പോൾ അല അധികം ആഴി എന്നും, തിരുവടി പിരിക്കുമ്പോൾ തിരു അധികം അടി എന്നും കിട്ടും. അടി എന്ന വാക്കിന് കാലെന്നാണ് അർത്ഥം, കാൽപാദം. തിരു അധികം അടിയാണ് തിരുവടി. കന്മതിൽ, കൽ അധികം മതിൽ എന്നും, നന്നൂൽ പിരിക്കുമ്പോൾ നൽ അധികം നൂൽ എന്നുമാണ്. നല് എന്ന് ലായിട്ട് ചന്ദ്രക്കല വേണമെന്നില്ല, അതിന് ഇൽ എന്ന ചില്ലായാലും മതിയാകും. പലപ്പോഴും PSC ഇങ്ങനെ ടൈപ്പ് ചെയ്ത് തരുന്നത് കൊണ്ട് അങ്ങനെ ഉപയോഗിച്ചതാണ്. ഇവിടെ അതിൻ്റെ 100% ശരി ഇൽ എന്ന ചില്ലാണ്, നന്നൂൽ. മറ്റൊരു ചോദ്യം നമുക്ക് നോക്കാം. ആ ചോദ്യം എന്താ ഇങ്ങനെയാണ്: ചേർത്തെഴുതുക. തൻ അധികം കൽ, തങ്ങൽ, തൻകൽ, തൽകൽ, തങ്കൽ. ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്, തങ്കൽ എന്നതാണ്. തൻ അധികം കൽ, തങ്കൽ എന്നതാണ്. അത് ആദേശസന്ധിയാണ്. നമുക്ക് ഇതുപോലുള്ള മറ്റു ചില മാതൃകകൾ കൂടി നോക്കാം. ഇതാ നോക്കൂ, പോട്ടെ അധികം അവൻ. ഇത് രണ്ട് തരത്തിൽ പറയാം, പോട്ടവൻ എന്നും പോട്ടെ അവൻ എന്നും. അതായത് പോട്ടവൻ പിരിച്ചാലും പോട്ടെ അധികം അവൻ എന്ന് വരും, പോട്ടെ അവൻ പിരിച്ചാലും പോട്ടെ അധികം അവനെന്ന് വരും. പോട്ടവൻ പിരിക്കുമ്പോൾ പോട്ട് അധികം അന്നെന്നല്ല, പോട്ടെ അധികം അവൻ, അത് പോട്ടവൻ എന്നും പോട്ടെ അവൻ എന്നും നമുക്ക് ഇതിനെ കൂട്ടിച്ചേർക്കാം, ചേർത്തെഴുതാം. എന്നാൽ ദുർജനം എന്ന വാക്ക് പിരിക്കുമ്പോൾ കിട്ടുന്നത് ദുഹു അധികം ജനം. അവിടെ വിസർഗമാണ്, അത് വിസർഗസന്ധിയിൽ വരുന്നതാണ്. ദുഹു അധികം ജനമാണ് ദുർജനം. വാഗ്വാദം പിരിക്കുമ്പോൾ കിട്ടുന്നത് വാഗ് അധികം വാദം എന്നാണ്. തീ അധികം കനൽ, അത് ചേർക്കുമ്പോൾ തീക്കനൽ എന്നും, എരി അധികം തീ ചേർക്കുമ്പോൾ എരിതീ എന്നുമാകും. എരിതിയിലെ തീ ഇരട്ടിക്കണ്ട, പക്ഷേ അത് ദ്വിത്വസന്ധിയായി പരിഗണിക്കും. കാരണം ഒരു ധാതു ശബ്ദത്തിന് ശേഷം വരുന്ന വാക്ക് ഖരാക്ഷരമാണെങ്കിൽ ഇരട്ടിച്ചില്ല എങ്കിൽ ദ്വിത്വമായി പരിഗണിക്കും. എരുത്തി എന്ന് പറയണ്ട, എരുതി ദ്വിത്വമാണ്. ഇതുപോലെ തന്നെയാണ് നിറപറ, നിറ അധികം പറ. അരകല്ല്, അര അധികം കല്ല്, ഇതെല്ലാം ദ്വിത്വസന്ധിയാണ്. കാട്ടി അധികം ഏൻ, അത് കാട്ടിനേൻ എന്നാണ്. നമുക്കറിയാം മലയാളം ജനിക്കുന്നത് തമിഴിൽ നിന്നാണ്. തമിഴിൽ ഞാൻ എന്നതിനാണ് ഏൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ കാട്ടി ഞാൻ, ഞാൻ കാട്ടി, അതാണ് കാട്ടിനേൻ. ഇത് പലപ്പോഴും നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ചെറുശ്ശേരിയുടെ എഴുത്തച്ഛൻ്റെയൊക്കെ കവിതയിൽ കാട്ടിനേൻ, വന്നിനേൻ, പോയിനേൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ആ അധികം അൻ, അതാണ് അവൻ. അവൻ പിരിക്കുമ്പോൾ കിട്ടുന്നത് അങ്ങനെയാണ്, ആ അധികം അൻ. അവൾ പിരിക്കുമ്പോൾ ആ അധികം അൾ എന്നും, അവർ പിരിക്കുമ്പോൾ ആ അധികം അർ എന്നും കിട്ടും. തായ് അധികം വഴി ചേർത്തെഴുത്തുമ്പോൾ താവഴി എന്നാണ്, തായ് വഴി എന്നല്ല.
എണ്ണധികം 100 800 എന്നാൽ നെന്മണി പിരിക്കുമ്പോൾ കിട്ടുന്നത് നെൽ അധികം മണി. ഇവിടെ ലായിട്ട് ചന്ദ്രക്കലയും ഇല്ലെന്ന ചില്ലും 100% ശരി ഇല്ലെന്ന ചില്ലാണ്. പക്ഷേ പലപ്പോഴും PSC ഇങ്ങനെ ടൈപ്പ് ചെയ്ത് തരുന്നത് കൊണ്ട് അങ്ങനെ എഴുതുന്നതാണ്. നെൽ അധികം മണി നെന്മണി. ഇനി മറ്റൊരു ചോദ്യം നോക്കൂ. മോതിരം എന്ന പദത്തിന് യോജിച്ച പര്യായങ്ങൾ ഏതെല്ലാം? മോതിരം എന്ന പദത്തിന് യോജിച്ച പര്യായങ്ങൾ ഏതെല്ലാം? തന്നിരിക്കുന്നത് അങ്കുലീയം ഊർമിക, അങ്കുലി മൂഷിതം, അങ്കുഷ്ടം കങ്കണം, അങ്കുലീയം കടകം. ഇതിൻ്റെ ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്, അങ്കുലീയം ഊർമിക. അതാണ് മോതിരം എന്നർത്ഥം വരുന്നത്. അങ്കുലി എന്ന വാക്കിന് വിരലെന്നും മൂഷിതം എന്ന വാക്കിന് മോഷ്ടിക്കപ്പെട്ടതെന്നുമാണ് അർത്ഥം. അപ്പോൾ ഓപ്ഷൻ ബി തെറ്റി. അങ്കുലി വിരലാണ്, മൂഷിതം മോഷ്ടിക്കപ്പെട്ടത്. ഇനി ഓപ്ഷൻ സി എടുത്താൽ അങ്കുഷ്ടം, ആ വാക്കിൻ്റെ അർത്ഥം പെരുവിരൽ എന്നാണ്, തള്ളവിരൽ, പെരുവിരൽ എന്നാണ്. കങ്കണം എന്ന വാക്കിന് വള, കയ്യിലണിയുന്ന ആഭരണം എന്നാണ്. ഇനി ഓപ്ഷൻ ഡി എടുത്താൽ അങ്കുലീയം, ആ വാക്കിൻ്റെ അർത്ഥം മോതിരം തന്നെയാണ്, പക്ഷേ കടകം എന്ന വാക്കിന് വള, തള എന്നൊക്കെയാണ്. അപ്പോൾ അത് രണ്ടും ശരിയായി വരുന്നില്ല. ഓപ്ഷൻ എ ആണ് ശരി, അങ്കുലീയം ഊർമിക. അത് മോതിരം എന്നർത്ഥം വരുന്ന വാക്കുകളാണ്. നമുക്ക് മോതിരത്തിൻ്റെ ചില പര്യായങ്ങൾ നോക്കാം, അതുപോലെ മറ്റു ചില വാക്കുകളുടെ അർത്ഥം നോക്കാം. മൂഷിതം, ആ വാക്കിൻ്റെ അർത്ഥം മോഷ്ടിക്കപ്പെട്ടതെന്നാണ്. മോതിരം എന്നർത്ഥം വരുന്ന വാക്കുകളാണ് അങ്കുലീയം, അങ്കുലീയകം, ഊർമിക, വീകം തുടങ്ങിയവ. വള എന്നർത്ഥം വരുന്ന വാക്കുകളാണ് കങ്കണം, വലയം, കടകം, കരഭൂഷണം. മാല എന്നർത്ഥം വരുന്ന വാക്കുകളാണ് ഹാരം, മാല്യം, ദാമം. ദാമത്തിന് കയറെന്നും മാല എന്നും അർത്ഥമുണ്ട്. കണ്ണാടി എന്നർത്ഥം വരുന്ന വാക്കുകളാണ് ആദർശം, മുകുരം, മുകുരും അല്ല മുകുരം, കർക്കരം, ദർപ്പണം. ഇതെല്ലാം കണ്ണാടി. അതുപോലെ കാച്ചം എന്ന വാക്കും കണ്ണാടി എന്നർത്ഥം വരുന്നതാണ്. സ്വർണം എന്നർത്ഥം വരുന്ന വാക്കുകളാണ് കനകം, കാഞ്ചനം, ഹേമം, ഹിരണ്യം അല്ലെങ്കിൽ ഹിരണം. കനകം, കാഞ്ചനം, ഹേമം, ഹിരണ്യം അല്ലെങ്കിൽ ഹിരണം. ഭൂത്തമം എന്ന വാക്കിൻ്റെ അർത്ഥവും സ്വർണം എന്നാണ്, ഭൂത്തമം. ഇപ്പോൾ നമ്മൾ കുറച്ച് പിരിച്ചെടുത്ത് കുറച്ച് പര്യായങ്ങൾ തുടങ്ങിയവയെല്ലാം പരിചയപ്പെട്ടു. ത്രയം സീരീസ് കൊണ്ട് നിങ്ങൾക്ക് കുറച്ചേറെ ചോദ്യങ്ങളുടെ ഉത്തരത്തിന് സഹായകമായി കാണും എന്ന് കരുതുന്നു. ഇത്തരത്തിലുള്ള കൂടുതൽ ചോദ്യാവലികളുമായി നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടുമുട്ടാം. കാത്തിരിക്കുക, കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക.